പട്ടയം ഉണ്ടായിട്ടും വായ്പയെടുക്കാൻ കഴിയാതെ ആനവിലാസം വില്ലേജിലെ കർഷകർക്ക് കരം അടയ്ക്കുമ്പോൾ കിട്ടുന്നത് ഇപ്പോഴും എഴുതി നൽകുന്ന രസീതാണ്. കമ്പ്യൂട്ടർ രസീത് നൽകിയാൽ മാത്രമേ ബാങ്കുകൾ വായ്പ അനുവദിക്കൂ. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ MLA-മാർക്കും റവന്യൂ മന്ത്രിക്കും കർഷകർ നിവേദനം നൽകി. ആനവിലാസം വില്ലേജിൽപ്പെട്ട ശാന്തിപ്പാലം മുതൽ ചപ്പാത്ത് വരെയുള്ള പട്ടയമുള്ള കർഷകർ കാലങ്ങളായി കരമടച്ചു വരുമ്പോഴാണ് കയ്യെഴുത്ത് രസീത് വിനയായി മാറിയത്. റീസർവേ പൂർത്തിയായ ഭാഗങ്ങളിൽ കർഷകരുടെ കൈവശമുള്ള ഭൂമിക്ക് തോട്ടുമെന്ന് രേഖപ്പെടുത്തിയത് തിരിച്ചടിയായതിന് പിന്നാലെയാണ് കയ്യെഴുത്ത് രസീത് കർഷകരെ വലയ്ക്കുന്നത്. ബാങ്കുകളിൽ കമ്പ്യൂട്ടർ രസീത് നൽകിയാൽ മാത്രമേ വായ്പ അനുവദിക്കൂ. അതിനാൽ കഴിഞ്ഞ 2 വർഷമായി എടുത്ത വായ്പ പുതുക്കാനോ പുതിയ വായ്പ എടുക്കാനോ കർഷകർക്ക് കഴിയുന്നില്ല. ലൈഫ് ഭവന പദ്ധതിക്കും ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. 10 സെന്റ് മുതൽ 5 ഏക്കർ വരെ ഭൂമിയുള്ള കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ലോകം മുഴുവൻ ആധുനിക നിലവാരത്തിൽ ഉയർന്നിട്ടും ആനവിലാസം വില്ലേജ് ഇത് അറിഞ്ഞ മട്ടില്ല. ഭൂമി ക്രയവിക്രയത്തിനും ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. ആനവിലാസം വില്ലേജിന്റെ ഭാഗമായ ശാന്തിപ്പാലം മുതൽ മരുതമ്പേട്ട ചപ്പാത്ത് വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയവസ്തുവായിരുന്നു. എന്നാൽ ഈ ഭൂനിയമം മാറി വന്നതിനോടുകൂടി അവർക്ക് കരവടയ്ക്ക് മുന്നോട്ട് പോകാനോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ വസ്തു ക്രയവിക്രയം നടത്തുവാനോ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം കർഷകർ തലമുറയായി കൈവശം വെച്ച പട്ടയ വസ്തുവാണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് അത് തടയപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി നമ്മുടെ ജില്ലയിൽ വന്നപ്പോൾ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടുമ്പൻചോല MLA-ക്കും പീരുമേട് MLA-ക്കും അതിന്റെ കോപ്പി നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഭൂമി പ്രശ്നം അധികാരത്തിയാൽ ഉടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയിട്ടും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായതല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണുന്നില്ല. ആനവിലാസം വില്ലേജ് നെടുങ്കണ്ടം താലൂക്കിലാണെങ്കിലും പീരുമേട് നിയോജക മണ്ഡലത്തിലാണ്. ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഉടുമ്പൻചോല MLA സേനാപതി വേണുവിനും പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസിനും റവന്യൂ മന്ത്രിക്കും കർഷകർ നിവേദനം നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.